അഷ്റഫുൽ ഖൽഖായ മുഹമ്മദുർ റസൂലുള്ളാഹ്. അതുകൊണ്ട് എന്റെ മാന്യ സഹോദരങ്ങളെ, ആഖിറത്തിൽ വിജയിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ നാവ്, ആ നാവ് കൊണ്ട് ധാരാളം സ്വലാത്ത് ചൊല്ലണം. പോരാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രയാണ് നമ്മളോട് പറഞ്ഞത്? മൻ കാന യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അല്ലാഹുവിലും അന്ത്യനാളിലും വിശ്വാസമുള്ള ആരെങ്കിലും ഉണ്ടോ എങ്കിൽ ഫല്യകുൽ ഖൈറാ, അവൻ നല്ലത് മാത്രം പറയട്ടെ. അവൻ സംസാരിക്കുമ്പോൾ നല്ലത് മാത്രം പറയുന്നവനാവട്ടെ. ഇത് നല്ലത് പറയാൻ അവർക്ക് കഴിയുന്നില്ലെങ്കിൽ ഔലിയസ്മുത്, അവൻ മിണ്ടാതിരിക്കട്ടെ. മുഹമ്മദുർ റസൂലുള്ളാഹി. മറ്റൊരു ഹദീസിൽ കണ്ടില്ലേ, മൻ സമത നജാ, മിണ്ടാതിരുന്നവൻ രക്ഷപ്പെട്ടു പോയി എന്നാണ്. പരമാവധി സംസാരിക്കാതിരിക്കണം. സംസാരിക്കുന്നുവെങ്കിൽ ഖൈറായത് പറയണം. ആവശ്യമുണ്ടെങ്കിൽ പോലും പരമാവധി സംസാരിക്കാതിരിക്കലാണ് നല്ലത്. ആവശ്യമുള്ള വിഷയം പോലും സംസാരിക്കാതിരിക്കലാണ് നല്ലത്. സുബ്ഹാനല്ലാഹ്. നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. ഞാനൊരു വാക്ക് പറയുമ്പോ, ഞാനൊരു സംസാരിക്കുമ്പോ ആ സംസാരം കൊണ്ട് എനിക്കെന്തെങ്കിലും ഖൈറുണ്ടോ എന്ന് ചിന്തിക്കണം. ഇല്ലെങ്കിൽ സംസാരിക്കാതിരിക്കണം. എനിക്ക് സമുദായത്തിന് വല്ല ഖൈറുണ്ടോ, അല്ലെങ്കിൽ നാടിന് വല്ല ഖൈറുണ്ടോ, അല്ലെങ്കിൽ ഉമ്മത്തിന് വല്ല ഖൈറുമുണ്ടോ? ഒരാൾക്കും ഖൈറില്ലാത്ത സംസാരം നമ്മൾ സംസാരിക്കാൻ വേണ്ടി പാടില്ല. ആവശ്യമില്ലാത്തത് പറയാതിരിക്കണം. അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ, ഒരു മനുഷ്യന്റെ ഇസ്ലാമിന്റെ സൗന്ദര്യത്തിൽപ്പെട്ടതാണ് തർക്കുഹു മാ ലാ യഅനി, ആവശ്യമില്ലാത്തത് ഒഴിവാക്കുക എന്നുള്ളത്. ഇതിന് വെറുതെ വർത്തമാനം പറഞ്ഞ് റഖീബ് അലി ഇസ്ലാമിന് പണിയാക്കണം, അതീദ് അലി ഇസ്ലാമിന് പണിയാക്കണം. അതുകൊണ്ട് ആവശ്യമുണ്ടെങ്കിലേ പറയാവൂ. സുബ്ഹാനല്ലാഹ്. രണ്ട് കുട്ടികൾ അടിപൊളിയാണ്. സുബ്ഹാനല്ലാഹ്. യാ റബ്ബ്, എന്തൊരടിയാണ്! രണ്ട് മക്കൾ അവിടുന്ന് അടിപിടി ഓടുന്നു. അപ്പോഴാണ് സയ്യിദുനാ അഹ്മദുൽ കബീർ ദിഫാഇ, അഹ്മദുൽ കബീർ ദിഫാഇ റളിയല്ലാഹു അൻഹു നടന്നു വരികയാണ്. നടന്നു വരുമ്പോൾ വഴി രണ്ട് കുട്ടികൾ അടിപിടി കൂടുകയാണ്. രണ്ട് ചെറിയ മക്കൾ അടിപിടി കൂടുന്നു. സയ്യിദുനാ സുൽത്താനുൽ ആരിഫീൻ, വലിയ ഔലിയാക്കളെ നേതാവല്ലേ, ഫിഹാലത്തിൽ ബഅദീറു ഇകുന്തു ഉർസിലുഹാ തുഖബ്ബിലുൽ അർവാനി വഹിയ നഈമതി ഫഹാദിഹി നൗബത്തുൽ അശ്ബാഹി ഖദ് ഹദറത് ഫംദുദ് യദൈക لكي تعلى بها شفتي. എത്ര വലിയ കറാമത്ത് കാണിച്ച മഹാൻ, എത്ര വലിയ ഔലിയാക്കളിൽപ്പെട്ട മഹാൻ. നാല് കിതാബുകളിൽ വലിയ സ്ഥാനം, രണ്ടാം സ്ഥാനമുള്ള ശൈഖ് അഹ്മദുൽ കബീർ ദിഫാഇ റളിയല്ലാഹു അൻഹു വഴിയിലൂടെ നടന്നു പോകുമ്പോ രണ്ട് കുട്ടികൾ തമ്മിൽ സംഘട്ടനത്തിലാണ്. ആ രണ്ട് കുട്ടികൾ തമ്മിൽ അടിപിടി കൂടുന്ന കണ്ട മാത്രയിൽ ഒരു സാമാന്യ മര്യാദ എന്ന നിലക്ക് അഹ്മദുൽ കബീർ ദിഫാഇ തങ്ങൾ ഓടിച്ചെന്ന് ആ രണ്ട് കുട്ടികളെയും അങ്ങ് പിടിച്ചു മാറ്റി. രണ്ട് കുട്ടികളെയും പിടിച്ചു മാറ്റിയിട്ട് അതാ ഒരു കുട്ടിയോട് ചോദിച്ചു, മോനെ മൻ അബൂക, നിന്റെ വാപ്പയാരാണ്? നീ ആരെ മോനാണ്? സ്വാഭാവികമായി നമ്മൾ ചോദിക്കുമല്ലോ. അറിയാത്ത കുട്ടികളാകുമ്പോൾ ചിലപ്പോഴും ആ കുട്ടികളുടെ പരിചയം ഉണ്ടാവില്ല, വാപ്പയെ പരിചയമുണ്ടാകും. അതുകൊണ്ട് ചോദിച്ചു, നീ ആരെ മോനാണ്? അടികൂടിയ കുട്ടിയെ പിടിച്ചിർത്തിയപ്പോൾ ആ കുട്ടിയോട് ചോദിക്കുന്നതിന്റെ വാപ്പയാരാണ്? ഉടനെ തന്നെ ആ കുട്ടിയുടെ മറുപടി എന്താണ്? ഓ സഹോദരങ്ങളെ, ഞാൻ ആരെ മോനായിട്ട് നിങ്ങൾക്ക് എന്താ കാര്യം? ഞാൻ ആരെ മോനായാൽ എന്താ നിങ്ങൾക്ക് എന്താ ഇതിന്റെ കാര്യം? എന്റെ വാപ്പ ആരായാൽ എന്താ? നിങ്ങൾക്ക് എന്താ ഇതിന് ഖൈറുള്ളത്? നിങ്ങൾക്ക് എന്താ ഇതിന് കാര്യമുള്ളത്? നിങ്ങളെന്താ ചോദിച്ചത് കൊണ്ട് നേട്ടമുള്ളത്? സുബ്ഹാനല്ലാഹ്. ഞാൻ നിങ്ങളുമാണെങ്കിൽ എന്ത് ചെയ്യും? എന്തൊരു കുരുത്തം കെട്ടവൻ എന്ന് പറയും, എന്തൊരു ധിക്കാരിയായ മോനാണത്. അടിപൊളി കൂടിയിട്ട് പിടിച്ചു മാറ്റിയപ്പോ നിന്റെ വാപ്പ ആരാണെന്നല്ലേ ചോദിച്ചുള്ളൂ, നീ ആരെ മോനാണെന്നല്ലേ ചോദിച്ചുള്ളൂ. അത് ഈ മാതിരി മറുപടിയാണോ പറയേണ്ടത്? ഇതെന്തൊരു വൃത്തികെട്ട കുട്ടിയാണ് എന്നല്ലേ നമ്മൾ പറയാറുള്ളത്. എന്നാൽ അഹ്മദുൽ കബീർ ദിഫാഇ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു?
ചരിത്രത്തിന്റെ കിതാബുകളിൽ കാണാം. ആ കുട്ടിയെ ചേർത്തങ്ങ് പിടിച്ചു. വഖബ്ബലഹു, ആ കുട്ടിയുടെ കവിളത്ത് ചുംബനവും കൊടുത്തു. ചുംബിച്ചിട്ട് പറയുന്നു, യാ ഗുലാം അദ്ദബനി, യാ ഗുലാം, മോനെ നീ എന്നെ മര്യാദ പഠിപ്പിച്ചല്ലോ, നീ എന്നെ അതവ് പഠിപ്പിച്ചല്ലോ. ഞാനെന്തിനാണ് വേണ്ടാത്ത കാര്യം ചോദിക്കാൻ വേണ്ടി പോയത്? നിന്റെ വാപ്പ ആരാണെന്ന് നിനക്കെന്താണ് കാര്യമുള്ളത്? നീ ആരെ മോനായാലെന്താ? എനിക്കതിൽ ഖൈറില്ലല്ലോ, ഖൈറായത് പറയേണ്ടതില്ലല്ലോ. അദ്ദബനി യാ ഗുലാം, നീ എന്നെ മര്യാദ പഠിപ്പിച്ചല്ലോ മോനെ. അതുകൊണ്ടാണ് അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലവനും വല്ലതും സംസാരിക്കുന്നുവെങ്കിൽ ഫല്യകുൽ ഖൈറാ, അവൻ ഖൈറായത് പറയട്ടെ. ഇനി ഖൈർ പറയുന്നില്ലേ, അവൻ മിണ്ടാതിരിക്കട്ടെ. ഓ മാന്യ സഹോദരങ്ങളെ, നാവ് വല്ലാത്തൊരു അപകടം പിടിച്ച അവയവമാണ്. അത് പുറത്ത് ചാടിയാൽ എന്തൊക്കെ അപകടങ്ങളാണ് ഉണ്ടാക്കുക നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ നോക്കൂ, പരിശുദ്ധമായ ഖുർആൻ അല്ലാഹു പറയുന്നു, ലാ ഖൈറ ഫീ കസീരിൻ മിൻ നജ്വാഹും ഇല്ലാ മൻ അമറ ബിസദഖത്തിൻ ഔ മഅറൂഫിൻ ഔ ഇസ്ലാഹിൻ ബൈനൻ നാസ് ഫമൻ യഫ്അൽ ദാലിക